ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെസ്പിക്കബിൾ മീ 4 റിലീസായി. ഇതിനേക്കാൾ മുമ്പത്തെ മൂവീസിൻ്റെ പോലെ തന്നെ ഇതിൽ നിറച്ചും കോമഡിയും ആക്ഷനൊക്കെ ഉള്ള ഒരു മൂവി തന്നെയാണ്. പക്ഷേ ബാക്കി മൂവീസ്, ഇതിനേക്കാൾ മുമ്പ് ഇറങ്ങിയ മൂവീസിൻ്റെ അത്രയ്ക്കുള്ള സ്ട്രോങ് സ്റ്റോറി ഈ മൂവിക്കില്ല. എന്തായാലും നിങ്ങൾ ഡെസ്പിക്കബിൾ മീ മിനിയോൺസ് അതൊക്കെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി കാണാം. നല്ല രസമായിട്ട് തന്നെയാണ് മൂവി എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ പോസിറ്റീവ്സിലേക്ക് കിടക്കാം. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ന്യൂ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പോപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ ഒരു മോൻ, ഒരു കൊച്ചുണ്ടാവേണ്ട ഇവർക്ക്, അവൻ്റെ കുറേ മാനറിസംസ്, അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ എടുത്തിരിക്കുന്നത്. പോപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഒരു അഡ്വഞ്ചർ ഉണ്ട്. നല്ല രസമാണ് അതിൻ്റെ ആക്ഷൻസും സീൻസൊക്കെ എടുത്തേക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ സിനിമയിലെ ആക്ഷൻ സീൻസിൽ. പിന്നെ ഇതിൽ കൊച്ചിനെ കാണിക്കുന്നുണ്ട്, കുഞ്ഞു കൊച്ച് ഇവർക്ക് ഉണ്ടായിരുന്നത്. ആ കൊച്ചിൻ്റെ ചില സീൻസ് എനിക്കെന്തോ ഇൻക്രെഡിബിൾസിലെ കൊച്ചിൻ്റെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തു. കുറച്ച് ആക്ഷൻ സീൻസ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്പൂഫ് പോലെയാണോന്നറിയില്ല. ഇതിൽ കുറേ സ്പൂഫ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പൂഫ് രീതിയിൽ എടുക്കുന്നുണ്ട്. ഇതിലെൻ്റെ മിനിയോൺസിന് ഇവർ ഫാൻറ്റാസ്റ്റിക് 4 രീതിയിൽ സൂപ്പർ ഹീറോസ് ആക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഈ സൂപ്പർ ഹീറോസ് ആയതിനു ശേഷം കാണിക്കുന്ന സീൻസൊക്കെ ഫുള്ളും ഓരോ മൂവീനെ സ്പൂഫ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് നല്ല രസമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിലിപ്പോൾ ഗ്രൂയുടെ ഒരു പ്രിൻസിപ്പാളിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പാളിൻ്റെ ക്യാരക്ടറും നല്ല രസമാണ്. അവിടുത്തെ ആളുടെ ആ വീൽ ചെയറും കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല ഇൻട്രോ തന്നെയാണ് ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ മൂവീസിലൊക്കെ കാണുന്ന നമ്മുടെ ഈ ഗ്രൂയുടെ സംസാര രീതിയും അതൊക്കെ ഇതിൽ നല്ല രസമായിട്ട് തന്നെയാണ് വന്നേക്കണം. അതിൻ്റെ ഡബ്ബിങ്ങൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ മിനിയോൺസിൻ്റെയും ആക്ഷൻസൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ്. ഹ്യൂമർ, സ്ലാപ്സ്റ്റിക് കോമഡീസൊക്കെ എല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്തോ ഒരു കുറവ് പോലെ നമുക്ക് തോന്നും ഈ മൂവി കാണുമ്പോൾ. അത് വില്ലൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മൂവിയിലും തുടക്കം ഒരു വില്ലൻ്റെ നല്ലൊരു ആക്ഷൻ സീൻ ഉണ്ടാവും, പിന്നെ ടുവേർഡ്സ് ദി എൻഡും നല്ലൊരു ആക്ഷൻ സീൻ ഉണ്ടാവും. ഈ മൂവിയിൽ അത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അത്രത്തോളം ആക്ഷൻ തോന്നിയില്ല ആ സീൻസിന്. സ്റ്റോറി ലൈൻ ഭയങ്കര വീക്കാണ് ഇതിൻ്റെ. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് വില്ലൻ്റെ ആ കാരണവും കാര്യങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഭയങ്കര ലൈറ്റ് ഇതായിട്ടായിപ്പോയി ആ സീൻസൊക്കെ. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് പഴയ വില്ലന്മാരൊക്കെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ അനീനൊക്കെ ഒരു ഗ്ലിംസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പടത്തിൽ അതൊക്കെ ഭയങ്കര കുറവ് തന്നെയാണെന്ന്. ആ മൂവീസിൽ ഭയങ്കര ആക്ഷൻസും കുറേ വില്ലനൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര കുറഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ വില്ലൻ്റെ സൈഡ്. ക്ലൈമാക്സൊക്കെ പെട്ടെന്ന് അവസാനിച്ച പോലെ ഒരു പ്രോപ്പർ ആക്ഷൻ സീൻസ് ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അതിൽ കുറേ സീൻസ് മൂവി റിലീസാവണേക്കാൾ മുമ്പ് ട്രെയിലേഴ്സും ആ ഒരു സ്നീക്ക് പീക്കായിട്ടും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സീൻസ്, നല്ല സീൻസൊക്കെയാണ് അവർ യൂട്യൂബിലിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങളത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെയൊക്കെ സർപ്രൈസ് എലമെൻറ്റ്സൊക്കെ കുറേയൊക്കെ മിസ്സിങ് ആയിരുന്നു. സർപ്രൈസ് എലമെൻറ്റ്സൊക്കെ എല്ലാം നമുക്കൊരു റിവീൽ ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ഒരു ഭയങ്കര പ്രോബ്ലമായിരുന്നു ഈ മൂവി കാണാൻ വേണ്ടി. എനിക്കത് ഒരു കോമൺ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇൻസൈഡ് ഔട്ട് കാണാൻ പോയപ്പോഴും അത് തന്നെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ നമുക്ക് ആ വീഡിയോസ് 20 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെയാണ് അവൈലബിൾ. മൂവി ആകെ 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. അതിലൊരു 20 മിനിറ്റോളം നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ കണ്ടൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതൊരു വലിയൊരു ഡ്രോബാക്കാണ് മൂവിക്ക്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഇറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ട്രെയിലർ അവസാനിക്കുക. സ്നീക്ക് പീക്കായിട്ട് കുറേ ലെങ്തി കണ്ടൻറ്റ് യൂട്യൂബിലിടുന്നത് അത് മൂവിക്ക് അത് എഗൻസ്റ്റായിട്ട് മാറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരിനിയിപ്പോൾ യൂട്യൂബിലൂടെ വരുമാനം നേടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മൂവിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മൂവി വാച്ച് ചെയ്യുമ്പോൾ. അതൊരു നെഗറ്റീവായിട്ട് വന്നു ശരിക്കും ഒരു മൂവിക്ക്. ഞങ്ങൾ ഓൾറെഡി കുറേ സീൻസ് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബാക്കി 3 മൂവീസും മിനിയോൺസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിപ്പാണ് ഈ മൂവി. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 7 out of 10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ ഞാനും കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളത് കാണണം, അതിൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ ഇതുപോലെ മൂവീസിൻ്റെ റെക്കമെൻഡേഷനുമായിട്ടും റിവ്യൂസായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.